എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ ഞാൻ മാഷിന് വേണ്ടി വാങ്ങിച്ചതാ. എൻ്റെ വക മാഷിനൊരു ഓണക്കോടി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് അത്രത്തോളം മികച്ചത് ഈ ഓണം സോൾട്ടിനൊപ്പം. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. യുവജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് തുല്യ പ്രാധാന്യം നൽകണമെന്ന് TS സുധീർ. നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ശാരീരിക ആരോഗ്യ പരിപാലനത്തോടൊപ്പം മാനസിക ആരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകണമെന്ന് എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TN സുധീർ അഭിപ്രായപ്പെട്ടു. യുവജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനും സമൂഹത്തിൽ ആരോഗ്യകരമായ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നതിലും കേരളോത്സവം പോലുള്ള കലാകായിക മേളകൾ വളരെ സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. കുമ്പളങ്ങി പഞ്ചായത്ത് കേരളോത്സവം 2025 സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കാരണം യുവാക്കൾ വഴിതെറ്റി പോകുന്നത് നോക്കേണ്ടത് നിങ്ങളല്ലേ. അതുകൊണ്ട് യുവാക്കൾക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളാണ് സമ്മാനം നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാവരും എൻ്റെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. കാരണം ഈ ജില്ലയിൽ എത്ര പഞ്ചായത്തുണ്ട്, എല്ലാ സ്ഥലത്തും പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വരാതിരിക്കാൻ പറ്റിയില്ല. ഇതും ഔദ്യോഗിക ഡ്യൂട്ടിയായിട്ട് തോന്നി. ഇന്നലെ ഞങ്ങൾ ജില്ലയിലെ മുഴുവൻ കോളേജ് വിദ്യാർത്ഥികളെയും മത്സരിപ്പിച്ച് ഓരോ താലൂക്കിൽ നിന്നും 2 വീതം കോളേജുകളെ സെലക്ട് ചെയ്ത് ജില്ലാതല ഫ്ലാഷ് മോബ് മത്സരം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറം മാളിൽ വെച്ച് നടത്തിയിരുന്നു. അപ്പം നമ്മളെ പണ്ടുകാലത്തെ കോളേജ് കുട്ടികളല്ല ഇപ്പോൾ ഉള്ളത്. പണ്ടുകാലത്തെ കോളേജ് കുട്ടികൾക്ക് മീശയും ഭയങ്കര താടിയൊക്കെ ആയിട്ട് വലിയ ആൾക്കാരായിരുന്നു. ഇപ്പോഴത്തെ കോളേജ് കുട്ടികൾ ഇന്നലെ അവിടെ ഫ്ലാഷ് മോബ് കളിച്ചപ്പം ഞാനൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന 8ാം ക്ലാസ്സിലെ കുട്ടികളെ പെടുന്നു. അങ്ങനെ ആ കുട്ടികൾ ഇന്നലെ വളരെ മനോഹരമായി ഫ്ലാഷ് മോബ് മത്സരം വളരെ നല്ല രീതിയിലുള്ള മത്സരമായിരുന്നു. ഞങ്ങളത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ വിമലാദിത്യ സാറിനെയായിരുന്നു. അങ്ങനെ വളരെ ഗംഭീരമായൊരു പ്രോഗ്രാമായിരുന്നു. ഈ കേരളോത്സവത്തെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് 1990-കളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. 90-കളിൽ ഏതോ ഒരു വർഷമാണ് ഈ കേരളോത്സവം ആരംഭിച്ചതെന്ന് എൻ്റെ ഓർമ്മ. കാരണം ആദ്യത്തെ കേരളോത്സവത്തിൽ ഞാൻ മത്സരിച്ചിരുന്നു. ഏതൊക്കെയോ സ്പോർട്സിന് മത്സരിച്ചിരുന്നു, ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, ബാഡ്മിൻ്റൺ മത്സരിച്ചിരുന്നു. ഞാൻ പരാജയപ്പെട്ടെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട് മത്സരിച്ച കാര്യം. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവം മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ കുമ്പളങ്ങിയിൽ നിന്ന് വിവിധ കായിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ദീപു കുഞ്ഞുകുട്ടി, PA സഗീർ, ജാസ്മിൻ രാജേഷ്, ജെൻസി ആന്റണി, ജേക്കബ് ബേസിൽ, ജോവി പനക്കൽ, സാബു തോമസ്, ജൂഡി ആന്റണി, ലില്ലി റാഫേൽ, നെൽസൺ കൊച്ചേരി, ദീപ, ഗൗരവ്, പ്രീതി MB എന്നിവർ സംസാരിച്ചു. ഇന്ന് ഞാൻ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം സ്വന്തം കളിസ്ഥലത്തിൽ കളിച്ചു തന്നെ ഈ ട്രോഫി, എവറോളിംഗ് ട്രോഫികൾ മറ്റുള്ളവരെ വാങ്ങിക്കാതെ നിങ്ങൾ തന്നെ വാങ്ങിക്കാൻ ഇടവരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അതിന് എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഉണ്ടാകണം, എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണം, അതിനോടൊപ്പം പ്രാർത്ഥനകളും ഉണ്ടാകണം. മെമ്പർമാർ മാത്രം വിചാരിച്ചാൽ പോരാ, മറ്റുള്ള സഹകാരികൾ മറ്റുള്ളവരും കൂടെ അതിനുവേണ്ടി ഉത്സാഹിക്കണം. നിയമങ്ങൾ ഒത്തിരി കടമ്പകൾ കടക്കണമെങ്കിൽ ധാരാളം പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസത്തിലൂടെ പോയാൽ മാത്രമേ ഒരു സന്തോഷവും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ധാരാളം കളിക്കാർ ഈ നാട്ടിലുണ്ട്, കളിക്കുന്ന മക്കൾ ധാരാളമുണ്ട്. 31 കൊല്ലമായി കേരളോത്സവത്തിൻ്റെ പ്രവർത്തനം എല്ലാ കൊല്ലവും കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടക്കുന്നത്. അന്നൊക്കെ ഒട്ടേറെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയും അത് കാലാകാലങ്ങളായി കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. നമുക്കറിയാം, താഴേക്കിടയിൽ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത താഴേക്കിടയിലുള്ള യുവാക്കളെ അവരുടെ കലാകായിക രംഗത്തെ പരിപോഷിപ്പിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കേരളോത്സവത്തിന് പ്രവർത്തനം കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.